പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് യെശയ്യാ പ്രവചനം 38 അധ്യായം 2 വാക്യമാണ്. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടെ ഏകാഗ്ര ഹൃദയത്തോടു കൂടെ തിരുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയ രാജാവ് മരിക്കത്തക്ക രോഗം പിടിച്ച് ഇരിക്കുമ്പോൾ ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ ചെന്ന് ഹിസ്കിയ രാജാവിനോട് പറയുകയാണ്, അല്ലയോ രാജാവേ, നിങ്ങൾ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അതുകൊണ്ട് അരുളി ചെയ്യുന്നു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ധരിച്ച്, അപ്പോൾ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകുമെന്ന് പ്രവാചകൻ വന്ന് പറയുകയാണ്. അപ്പോൾ യെശയ്യാവ് പ്രാർത്ഥിക്കുകയാണ്, യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും കൂടെ തിരുമ്പിൽ നടന്നു, നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ. അപ്പോൾ ഹിസ്കിയാവ് രാജാവിന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനുള്ള പ്രാഗൽഭ്യമുണ്ട്. എന്താണ് പ്രാഗൽഭ്യം? അവൻ വിശ്വസ്തയോടെ ഏകാഗ്രതയോടുകൂടെ തിരുമുമ്പിൽ നടന്നു. വിശ്വസ്തയോടും ഏകാഗ്രതയോടും കൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ നടന്ന ഹിസ്കിയ രാജാവിന് ദൈവത്തോട് ഒന്ന് പ്രാർത്ഥിക്കുവാൻ ഉള്ള യോഗ്യതയുണ്ട്. അതുകൊണ്ട് ആയുസ് നീട്ടിത്തരണമെന്ന് അവൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ആയുസ് നീട്ടിത്തരണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവൻ എന്തു ചെയ്തു? ആയുസ് നീട്ടിക്കൊടുത്തു. എത്ര വർഷം? 15 സംവത്സരം. നമ്മൾ ഓർക്കേണ്ടത് ലൂക്കോസിന് ശേഷം 11 അധ്യായത്തിൽ ദൈവം പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പറയുകയാണ്, ഒരു മക്കൾ അപ്പനോട് അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നു എങ്കിൽ ഞാൻ എത്ര അധികം. ദൈവമക്കളെ, നമ്മൾ ജീവിതയാത്രയിൽ നമ്മൾ ദൈവത്തിന്റെ മക്കളായിരുന്നാൽ മതി. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ദൈവത്തിന്റെ മക്കളായിരുന്നാൽ നമുക്ക് ദൈവം നല്ല ദാനങ്ങൾ മാത്രമേ തരുകയുള്ളൂ എന്ന് ദൈവം നമ്മോട് വാസ്തവമായി സംസാരിക്കുകയാണ്. ദൈവം പറയുന്നു, ഇസ്രായേലിന്റെ പരിശുദ്ധൻ വ്യാജം പറയുകയില്ല, അനുദപിക്കുകയുമില്ല. അവൻ വാക്ക് മാറ്റാത്തവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നമ്മളുടെ ദൈവം നമുക്ക് തരുന്നത് എല്ലാം ശ്രേഷ്ഠമായത്, ഏറ്റവും നല്ലതാണ് നമുക്ക് തരുന്നത്. ഇവിടെ നമ്മൾ നോക്കിയേ, ഹിസ്കിയാവിന് 15 സംവത്സരം അവൻ ആയുസ് നീട്ടിക്കൊടുത്തു. പക്ഷേ അത് അവന്റെ ജീവിതത്തിൽ ചെയ്ത ചില അബദ്ധങ്ങൾ, അവന്റെ ജീവിതത്തിൽ പറ്റിയ ചില അബദ്ധങ്ങൾ നമുക്ക് കാണാം. 2 ദിനവൃത്താന്തം 32 അധ്യായം 25 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, എന്നാൽ ഹിസ്കിയാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിന് അടുത്തവണ നടക്കാതെ നിഗളിച്ചുപോയി. ഈ 15 സംവത്സരത്തില് ദൈവം ഹിസ്കിയാവിന് എന്തൊക്കെ കൊടുത്തു? അവന് 15 സംവത്സരം ആയുസ് നീട്ടിക്കൊടുത്തു. ഹല്ലേലൂയ. ആയുസ് നീട്ടിക്കൊടുത്തത് മാത്രം പോരാ, അവനെ യുദ്ധത്തില് ദൂതനെ അയച്ച് അവനെ യുദ്ധത്തിൽ നിന്ന് ഹല്ലേലൂയ അവനെ രക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ദൂതനെ അയച്ച് രക്ഷിക്കുകയും ദൂതനെ അയച്ച് യുദ്ധത്തിൽ ഹല്ലേലൂയ ഇതാണ് യാതൊരു ജാതിയുടെയോ രാജ്യത്തിന്റെയോ ദേവനും തന്റെ ജനം എൻ്റെ കയ്യിൽ നിന്നും എൻ്റെ പിതാക്കന്മാരുടെ കയ്യിൽ നിന്ന് വിടിയിപ്പാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങളുടെ ദൈവം നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടിയിപ്പിക്കുമോ? എങ്ങനെ? അവന്റെ ദാസൻ യഹോവയായ ദൈവത്തിനും അവന്റെ ദാസനായ ഹിസ്കിയാവിനും വിരോധമായി പിന്നെയും അധികം സംസാരിച്ചു. ദേശത്തിലെ ജാതികളുടെ ദേവന്മാർ അവന്റെ നേരെ കയ്യിൽ നിന്ന് വിടിവിക്കാതിരിക്കുന്നത് പോലെ ഹിസ്കിയാവിന്റെ ദൈവവും തന്റെ ജനത്തെ തന്റെ കയ്യിൽ നിന്ന് വിടിവിക്കുകയില്ല എന്ന് അവർ പറയുകയാണ്. ദൈവമായ യഹോവയെ നിന്ദിപ്പാനും അവന് വിരോധമായി സംസാരിപ്പാനും തുടങ്ങി. ഹല്ലേലൂയ. യെരൂശലേമിന് മതിലുകളുള്ള ജനത്തെ പേടിച്ച് പ്രമിപ്പാനും യഹൂദ ഭാഷയിൽ അവർ ഉറക്കെ നിലവിളിച്ചു. മനുഷ്യരുടെ കൈപ്പണിയായ ജാതിയുടെ ദേവനെക്കുറിച്ച് യെരൂശലേമിന്റെ ദൈവത്തെക്കുറിച്ച് സംസാരിച്ചു. ഇത് നിമിത്തം ഹിസ്കിയ രാജാവ് ആമോസിനും യെശയ്യാ പ്രവാചകനും പ്രാർത്ഥിച്ചു പറഞ്ഞു, അശൂർ രാജ്യത്തിന്റെ പാളയത്തിലെ സകല പരാക്രമശാലികളെയും പ്രൂക്കന്മാരെയും സേനാധിപതികളെയും സംഹരിച്ചു. ഒരു ദൂതൻ ഇറങ്ങി അശൂർ പാളയത്തിലെ സകല പരാക്രമശാലികളെയും പ്രൂക്കന്മാരെയും സേനാധിപതികളെയും സംഹരിച്ചു കളഞ്ഞു. അതുമാത്രമല്ല,
അവന് 15 സംവത്സരം ദൈവം ആയുസ് നീട്ടിക്കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഹിസ്കിയാവ് എന്താണ്, അവന് കിട്ടിയ ഉപകാരത്രോത്രം നടക്കാതെ അവന് നിഗളിച്ചു പോയി. അതുകൊണ്ട് അവന്റെ മേലും യഹൂദയുടെ മേലും യെരൂശലേമിന്റെ മേലും ദൈവത്തിന്റെ കോപമുണ്ടായി. അങ്ങനെ ദൈവത്തിന്റെ കോപം ഈ ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ ഉളവായ കാര്യമായി. ഈ 15 സംവത്സരത്തിൽ ഹിസ്കിയാവിനുണ്ടായ ഒരു മകനാണ് മനശ്ശ വായിച്ചു തുടങ്ങിയപ്പോൾ അവന് 12 വയസ്സായിരുന്നു. അവൻ എന്താ ചെയ്തത്? അവൻ തന്റെ അപ്പനായ ഹിസ്കിയാവ് ഇടിച്ചു കളഞ്ഞ പൂജാരികളെ വീണ്ടും പണിതു. ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന പൂജാഗിരികളെ, ഹിസ്കിയാവ് ഇടിച്ചു കളഞ്ഞ പൂജാഗിരികളെ വീണ്ടും പണിയുകയാണ്. അപ്പോൾ അവന്റെ തലമുറ, ഹിസ്കിയാവിന്റെ തലമുറ എങ്ങനെയാണ്? ദൈവത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോവുകയാണ്. 2, അവന് ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ അനുഗ്രഹം, ഹല്ലേലൂയ, ദൈവത്തിൽ നിന്ന് അവൻ നിഗളിച്ചു പോവുകയാണ്. അപ്പോൾ ഹിസ്കിയാവിന്റെ ജീവിതത്തില് ദൈവം പറഞ്ഞപ്പോൾ അതനുസരിക്കുകയാണ് അവന് വേണ്ടത്. എന്താണ് ദൈവം പറഞ്ഞത്? ദൈവം അവനോട് പറഞ്ഞു, നീ നിന്റെ ആയുസിനെ എന്ത് ചെയ്യുക? നിന്റെ ജീവിതത്തെ നീ ക്രമപ്പെടുത്തുക. നീ മരിച്ചു പോകും. ദൈവം നമ്മോട് പറയുകയാണ്, നീ മരിച്ചു പോകും എന്ന് പറഞ്ഞാൽ നമ്മളത് ശിരസ അംഗീകരിക്കണം. കാരണം ദൈവം നമ്മുടെ ജീവിതത്തിൽ എല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്തത്. അങ്ങനെ അവൻ ചെയ്തായിരുന്നു എങ്കിൽ ഒരു മനശ്ശ എന്ന ഒരു തലമുറ അവനിൽ നിന്ന് ഉളവാവുകയില്ലായിരുന്നു. അങ്ങനെ അവൻ ചെയ്തായിരുന്നെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ അശൂർ ആ പാളയത്തിലെ ദൂതനെ അയച്ച് ഹല്ലേലൂയ അവരെ കൊന്നുകളഞ്ഞ ദൈവം, 15 സംവത്സരം ആയുസ് നീട്ടിക്കൊടുത്ത ദൈവം ചെയ്ത ഉപകാരത്തിനൊത്തവണ്ണം ദൈവത്തെ സ്തുതിക്കാതെ അവൻ എന്തു ചെയ്യുകയാണ്? അവൻ നിഗളിച്ചുപോയി. അതുകൊണ്ട് ദൈവത്തിന്റെ കോപം അവന്റെ മേൽ ഉളവായി എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. അപ്പോ ദൈവം നമുക്ക് എപ്പോഴും നല്ലതാണ് ചെയ്യുന്നത്. ദൈവം നമുക്ക് നല്ലത് ചെയ്യുന്നത് കൊണ്ട് വീണ്ടും നാം ദൈവത്തോട് ചോദിക്കരുത്. ചോദിച്ചാൽ ദൈവം ചിലപ്പോൾ മാറ്റിത്തരും. പക്ഷേ അത് നമുക്ക് അനുഗ്രഹത്തിന് ആയിത്തീരുകയില്ല. നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് വരാം. അവിടെ ലോത്തിനോട് ദൈവം പറയുകയാണ്, ഹല്ലേലൂയ, എന്താണ്? കർത്താവേ, നിനക്ക് അടിയനോട് കൃപ തോന്നിയല്ലോ, എന്റെ ജീവൻ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ. ലോത്ത് പറയുകയാണ്, എന്റെ ജീവനെ രക്ഷിപ്പാൻ നിനക്ക് വലിയ കൃപ കാണിച്ചിരിക്കുന്നു. ആ പർവ്വതത്തിൽ ഓടിയെത്തുവാൻ എനിക്ക് കഴിയുകയില്ല. ലോത്തിനോട് ദൈവം പറയുകയാണ്, എവിടെ പോകുക? ഹല്ലേലൂയ, ജീവരക്ഷയ്ക്കായി ഓടിപ്പോകുക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയുമരുത്, നിനക്ക് നാശം ഭവിപ്പാതിരിപ്പാൻ ഈ പർവ്വതത്തിലേക്ക് ഓടിപ്പോകുക. അവിടെ ഒരു പർവ്വതത്തെ ദൈവം കാണിച്ചിട്ട് ലോത്തിനോട് പറയുകയാണ്, മകനെ, നീ ഈ പർവ്വതത്തിലേക്ക് ഓടിപ്പോകുക എന്ന് പറയുകയാണ്. ലോത്ത് അവനോട് പറഞ്ഞത്, അങ്ങനെയല്ല കർത്താവേ, നിനക്ക് അടിയനോട് കൃപ തോന്നിയല്ലോ, എന്റെ ജീവൻ രക്ഷിപ്പാൻ എനിക്ക് കൃപ തോന്നിയല്ലോ, ഈ പർവ്വതത്തിൽ ഓടിയെത്തുവാൻ എനിക്ക് കഴിയുകയില്ല. പക്ഷെ എനിക്ക് ദോഷം തട്ടി മരണം ഭവിക്കും. ഇതാ പട്ടണം സമീപമാകുന്നു, അവിടേക്ക് എനിക്ക് ഓടാം. ആ പർവ്വതത്തിലേക്ക് പോകുവാൻ എനിക്ക് കഴിയില്ല, ഞാൻ ആ പട്ടണത്തിലേക്ക് പോകട്ടെ എന്ന് ലോത്ത് ദൈവത്തോട് ചോദിക്കുകയാണ്. ദൈവമക്കളെ, 2 ദൂതന്മാർ സോദോമിലെത്തി ലോത്തിനെയും ഭാര്യയെയും 2 മക്കളെയും രക്ഷിക്കുവാൻ വേണ്ടി ദൈവം തന്നെ ഇറങ്ങി വന്നിരിക്കുകയാണ് ആ പ്രദേശത്തെ, ലോത്തിനെ രക്ഷിക്കുവാൻ വേണ്ടി. പക്ഷെ ലോത്തിനോട് ദൈവം പറയുകയാണ്, നീ ആ പർവ്വതത്തിലേക്ക് ഓടിപ്പോകുക എന്ന് പറഞ്ഞു. ലോത്ത് പറയുകയാണ്, എനിക്ക് അങ്ങോട്ട് പോകുവാൻ ശക്തിയില്ല, ഞാൻ മരിച്ചു പോകും, അതുകൊണ്ട് എന്നെ മരിച്ചു പോകും, അതുകൊണ്ട് ഈ പർവ്വതത്തിലെത്തുവാൻ എനിക്ക് കഴിയില്ല. പക്ഷേ എനിക്ക് ദോഷം തട്ടിയും പോയി ഈ പട്ടണം സമീപമായിരുന്നു, ഈ പട്ടണത്തിലേക്ക് ഞാൻ പോകട്ടെ എന്ന് ചോദിക്കുകയാണ്. ദൈവം നമുക്ക് വേണ്ടത് എല്ലാം ഒരുക്കിയിട്ടാണ് അവനോട് ആ പർവ്വതത്തിൽ പോകുവാൻ പറഞ്ഞത്. അവനുള്ളതെല്ലാം, അവന്റെ മക്കൾക്കുള്ളതെല്ലാം ഒരുക്കിയിട്ടാണ് പറഞ്ഞത്. ആ ദൈവം കൊടുത്തതെ തട്ടിത്തെറിപ്പിക്കുകയാണ് അവിടെ. അവൻ ആ പർവ്വതത്തിലേക്ക് പോയി, ആ പട്ടണത്തിലേക്ക് പോവുകയാണ്. ആ പട്ടണത്തിൽ സംഭവിച്ചത് എന്താണോ? ഒരു ഗുഹയിൽ അവന്റെ അപ്പനും 2 പെൺമക്കളും കൂടെ താമസിക്കുകയാണ്.
ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരോധമായി സംഭവിക്കാത്തത് പലതും അവിടെ സംഭവിച്ചു. ദൈവമക്കളെ, ശപിക്കപ്പെട്ട ഒരു തലമുറ അവിടെ ജനിക്കുകയാണ്. ദൈവം നമുക്ക് ശ്രേഷ്ഠമായി തരുമ്പോൾ തട്ടിത്തെറിപ്പിച്ച ആ ലോത്തിനെ നമ്മളവിടെ കാണുകയാണ്. ആ ലോത്ത് ദൈവം പറഞ്ഞ ആ പർവ്വതത്തിലേക്ക് അവൻ പോയിരുന്നു എങ്കിൽ അവൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുമായിരുന്നു. പക്ഷേ അവൻ പറയുകയാണ്, എനിക്ക് ഹല്ലേലൂയ എനിക്ക് അങ്ങോട്ട് പോകുവാനായിട്ട് കഴിയുകയില്ല, ഞാൻ ഈ പട്ടണത്തിലേക്ക് പോകട്ടെ. ദൈവം പലപ്പോഴും നമുക്ക് തരുമ്പോൾ നമ്മൾ പറയും, നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ പറയും, അത് ഞാൻ പോകുകയില്ല, അതല്ല എനിക്ക് വേണ്ടത്. ദൈവം ആരാണ്? ആൽഫയും ഒമേഗയുമാണ്, ആദ്യനും അന്ത്യനുമാണ് ദൈവം. ആ ദൈവത്തെ നമ്മൾ അനുസരിക്കാതെ നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ ചിന്തിക്കുകയാണ്. സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിൽ 22-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം, ദൈവം ബിലെയാമിന്റെ അടുക്കൽ വന്ന് നിന്നോടുള്ള ഈ മനുഷ്യൻ ആരാകുന്നു എന്ന് ചോദിക്കുകയാണ്. ദൈവത്തിന്റെ ദാസനായ ബിലെയാം ദൈവത്തെ വിശ്വസ്തയോടെ ആരാധിക്കുകയും ദൈവഭക്തനുമായ ദൈവദാസനാണ് ബിലെയാം. ആ ബിലെയാം പ്രാർത്ഥിക്കുമ്പോൾ, ബിലെയാമിന്റെ വീട്ടിൽ ആളുകൾ വരുമ്പോൾ ഒക്കെ ദൈവം നോക്കി നിൽക്കുകയാണ്. ഇവിടെ ബിലെയാമിന്റെ വീട്ടിൽ കുറച്ചുപേരെ എത്തിയിരിക്കുകയാണ്. ബിലെയാമിനോട് ദൈവം ബിലെയാമിന്റെ അടുക്കൽ വന്ന് നിന്നോടുകൂടെ ഈ മനുഷ്യരാരാകുന്നെന്ന് ചോദിക്കുകയാണ്. ബിലെയാം ദൈവത്തോട്, ഈ ജനം മിസ്രയീമിൽ പുറപ്പെട്ടു വന്ന് ഭൂതലത്തെ മുടിയിരിക്കുന്നു, നീ വന്ന് എനിക്ക് വേണ്ടി അവരെ ശപിക്കണം, പക്ഷേ അവരോട് യുദ്ധം ചെയ്ത് അവരെ ഓടിച്ചു കളയുവാൻ എനിക്ക് കഴിയില്ല എന്ന് മോവാബ് രാജാവ് സിപ്പോന്നമായ ബാലാക്ക് എൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്ന ജനമാണ്. ഇവരുടെ ആവശ്യം എന്താണ്? ദൈവത്തിന്റെ മക്കളായ, ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനത്തെ ശപിക്കുവാൻ വേണ്ടി ബിലെയാം വരണം. ബാലാക്ക് രാജാവ് കേട്ടിട്ടുണ്ട്. എന്താണ് കേട്ടിട്ടുള്ളത്? ബിലെയാം ശപിക്കുന്നത് ശപിക്കപ്പെട്ടിരിക്കും, ബിലെയാം അനുഗ്രഹിക്കുന്നവന് അനുഗ്രഹിക്കപ്പെട്ടിരിക്കും എന്ന് ബാലാക്ക് രാജാവ് കേട്ടിട്ട് ബിലെയാമിനെ കൂലിക്ക് വിളിക്കുവാനായി വന്നിരിക്കുകയാണ്. നീ അവരോടുകൂടെ പോകരുത്, ജനത്തെ ശപിക്കുകയും അരുത്, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഇസ്രായേൽ ജനം, ദൈവത്തിന്റെ ജനം ആരാണ്? അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നീ അവരുടെ കൂടെ പോകരുത്, അവരെ ശപിക്കുകയും അരുത് എന്ന് പറഞ്ഞു. ബിലെയാം രാവിലെ എഴുന്നേറ്റ് ബാലാക്കിന്റെ പ്രമുഖന്മാരോട്, നിങ്ങൾ ദേശത്തേക്ക് പോവുകയും നിങ്ങളോട് പോരുവാൻ യഹോവ എനിക്ക് അനുവാദം തന്നില്ല എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. ബിലെയാമിനോട് ഞങ്ങളുടെ വരുവാൻ മനസ്സില്ല എന്ന് പറഞ്ഞു. ബലാക്ക് വീണ്ടും അവരെക്കാൾ മാന്യരായ പ്രമുഖന്മാരെ അയച്ചു. വീണ്ടും ദൈവത്തോട് ചോദിക്കുകയാണ്. ഹല്ലേലൂയ. ബിലെയാം ബാലാക്ക് ഗ്രഹം നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും ദൈവമായ യഹോവയുടെ കൽപ്പന ലംഘിച്ച് കൂടുകയോ ചെയ്യുവാൻ എനിക്ക് കഴിയില്ല. ആകയാൽ യഹോവ ഇനിയും എന്നോട് എന്ത് അരുളി ചെയ്യുമെന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വിളിപ്പാൻ വന്നിരിക്കുന്നു, എങ്കിലും പുറപ്പെട്ട് അവരോട് പോകുക, എന്നാൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന കാര്യം മാത്രമേ അവനോടുകൂടെ കൽപ്പിച്ച് നീ അവനോടുകൂടെ പോകുക എന്ന് പറയുകയാണ്. അവനോടുകൂടെ പോകുക എന്ന് പറയുകയാണ്. പക്ഷേ അത് ദൈവം പറഞ്ഞത്, ദൈവം അവനോടുകൂടെ പോകുക എന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും ഹല്ലേലൂയ കഴുതപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ദൂതൻ അവനെ കൊല്ലുവാൻ വേണ്ടി എതിരേറ്റു നിൽക്കുന്നത് നമ്മൾ കാണുകയാണ്. അവന്റെ യാത്രയിൽ പിന്നെ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ ദാസനായ മോശയുടെ പുസ്തകം 19-ാം അധ്യായം 19-13 നമ്മൾ വായിക്കുകയാണ്. ഹല്ലേലൂയ. ആ പ്രശ്നക്കാരനായ ബിലെയാമിനെ അവൻ വാളിനിരയായി കൊന്നുകളയുകയാണ്. വാളിനിരയായി മരിക്കപ്പെടുവാൻ ആ ദൈവദാസൻ വിധിക്കപ്പെടുകയാണ്. ദൈവമക്കളെ, ദൈവം നമുക്ക് ഒരിക്കലേ പറയുകയുള്ളൂ. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 9-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് തനിക്ക് രോഗം ബാധിച്ചിട്ട് കർത്താവിനോട് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. ദൈവം പറയുകയാണ്, ഈ രോഗം നിനക്ക് മാറുവാനുള്ളതല്ല, ഈ രോഗം ഹല്ലേലൂയ നീ നിഗളിച്ചു പോകാനായിട്ട് നിന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ ഞാൻ നിനക്ക് തന്നിരിക്കുകയാണെന്ന് പൗലോസ് നമ്മളോട് പറയുകയാണ്. പിന്നെ
പൗലോസ് പ്രാർത്ഥിച്ചില്ല. കാരണം ദൈവം ഒരിക്കലേ പറയുകയുള്ളൂ. രണ്ടാമത് വീണ്ടും നിർബന്ധിച്ചാൽ ദൈവം പിന്നെ പറഞ്ഞു എന്നിരിക്കും. അത് നമുക്ക് അനുഗ്രഹത്തിനല്ല. ഈ ചരിത്രമറിയാവുന്ന പൗലോസ്, വചനം നന്നായി അറിയാവുന്ന പൗലോസ്, പഴയ നിയമം നന്നായി അറിയാവുന്ന പൗലോസ് വീണ്ടും പ്രാർത്ഥിച്ചതായിട്ട് നമ്മളുടെ കാണുകയില്ല. ഹല്ലേലൂയ. ഗമാലേക്കിന്റെ പാദപീഠത്തിലിരുന്ന ദൈവത്തിന്റെ വചനം വാസ്തവമായി പഠിച്ച പൗലോസ് പറയുകയാണ്, പൗലോസ് വീണ്ടും പ്രാർത്ഥിച്ചില്ല. ഈ മുള്ള് അവൻ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. അന്വേഷണ യാത്രകൾ ചെയ്തു. പക്ഷേ അവന് സ്വർഗീയ ദർശനങ്ങളെ ദൈവം അവന് കാണിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവം നമുക്ക് എപ്പോഴും എന്താണ് തരുന്നത്? ഏറ്റവും ശ്രേഷ്ഠമായതാണ് തരുന്നത്. പക്ഷേ നമ്മൾ ദൈവത്തിൽ നിന്ന് നിർബന്ധിച്ച് പലതും നമ്മൾ വാങ്ങിച്ചെടുത്താൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുകയില്ല. ദൈവത്തിന്റെ വചനത്തിൽ ദൈവം നമ്മെ ഓർപ്പിടുകയാണ്. ദൈവം ഒരിക്കൽ അരുളിച്ചതാൽ നമ്മൾ പ്രാർത്ഥിക്കാം, കണ്ടിന്യൂസായി പ്രാർത്ഥിക്കാം. പക്ഷേ ദൈവം ഒരിക്കൽ അരുളിച്ചതാൽ ആ വാക്ക് മാറ്റുകയില്ല ദൈവം. അത് നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായതാണ് ദൈവം തരുന്നത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പ്രാർത്ഥിക്കുക. ഒരിക്കൽ ദൈവം സംസാരിച്ചാൽ പിന്നെ നമ്മൾ പ്രാർത്ഥന നിർത്തണം. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും കാര്യമില്ല. വീണ്ടും നമുക്ക് രണ്ടാമത് ദൈവം പറയുന്നത് നമ്മുടെ അനുഗ്രഹത്തിനല്ല, നമുക്ക് ദോഷത്തിനായി മാത്രമേ അത് തീരുകയുള്ളൂ എന്ന വിശുദ്ധ വചനത്തിൽ നമ്മൾ കാണുകയാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസ് പ്രാർത്ഥിച്ചില്ല. ലോത്തിന്റെ ജീവിതത്തിൽ ലോത്ത് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ അത് അവന്റെ നാശത്തിനായി തീരുകയാണ്. രണ്ട്, ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ ഹിസ്കിയാവ് പ്രാർത്ഥിച്ചു. അത് അവന്റെ ജീവിതത്തിൽ അവന്റെ തലമുറയുടെ നാശത്തിനായി, അവന്റെ നിഗളത്തിന് നാശത്തിനായി അത് തീരുകയാണ് നമ്മൾ കണ്ടത്. ഹല്ലേലൂയ. ബിലിയാമിന്റെ ജീവിതത്തിൽ ബിലിയാമിനോട് ദൈവം പറഞ്ഞു, നീ പോകരുത് എന്ന് പറഞ്ഞു. വീണ്ടും അവൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറയുകയാണ്, നീ പൊയ്ക്കോളൂ എന്ന് പറയുകയാണ്. അവൻ വാളിനിരയായി തീർന്നതായിട്ട് ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോയ ബിലിയാമിനെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ ഒരിക്കൽ മാത്രം ദൈവം നമ്മോട് ഒരിക്കൽ സംസാരിച്ചാൽ വീണ്ടും ദൈവത്തോട് നമ്മൾ യാചിക്കരുത്. കാരണം ദോഷികളായ നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നു എങ്കിൽ സ്വർഗസ്നായ നമ്മുടെ പിതാവ് എത്രയധികമാണ് കൊടുക്കുന്നത്. അമ്മയെക്കാൾ ഉപരി, അപ്പനേക്കാൾ ഉപരി നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം, ആ ദൈവം നമുക്ക് എപ്പോഴും എന്താണ്? നല്ലത് മാത്രമേ തരുകയുള്ളൂ. അങ്ങനെ ദൈവം നമുക്ക് നല്ലത് മാത്രം തരുന്ന ദൈവത്തോട് ഹല്ലേലൂയ നമ്മൾ ഒരിക്കലും വീണ്ടും ചോദിക്കരുത്. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കണ്ണു തോന്നാതിരിക്കുമോ? അവർ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ, ഞാൻ എന്നെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. നിന്റെ മതിലുകളിലായപ്പോഴും എന്നെ മുമ്പിൽ ഇരിക്കുന്നു. നിന്റെ മക്കൾ ബന്ധപ്പെട്ടു വരുന്നു. നിന്നെ നശിപ്പിച്ചവരും സൂര്യമാക്കിയവരും നിന്നെ വിട്ടുപോകുന്നു. ദൈവമക്കളെ, ആ ഒരു കുഞ്ഞ് ഒരമ്മ തൻ്റെ കുഞ്ഞെ താൻ പ്രസവിച്ച മകനെ മറക്കുമോ? അവൻ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും നമ്മൾ ദൈവം നമ്മൾ ഒരിക്കൽ സംസാരിച്ചാൽ വീണ്ടും നമ്മൾ ദൈവത്തോട് ചോദിക്കരുത്. അങ്ങനെ ചോദിക്കുന്നത് നമുക്ക് അനുഗ്രഹത്തിനായി തീരുകയില്ല. ഈ വചനങ്ങളാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആമേൻ.